മനുട്ടാ ഇന്ന് അമ്മ എന്താ ഉണ്ടാക്കാൻ പോണേ? കൊഴലപ്പോ? കുയിലപ്പോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുഴലപ്പമാണ്. ഇന്നേ ശ്രമിച്ചിട്ടില്ല, ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മള് 4 മണി പലഹാരം അല്ലേ? നമ്മളിന്ന് ഉണ്ടാക്കാൻ ഇതിലേക്ക് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാ? ഈ പത്തിരിപ്പൊടി, പിന്നെ തേങ്ങ ചിരകിയതിലേക്ക് ചെറിയ ഉള്ളി, അതുപോലെ ജീരകവും കൂടെ ചതച്ച് വെച്ചത്, ഈ ഒരു പരുവത്തില് ചതച്ച ഉപ്പ്, പിന്നെ ലേശം ഉപ്പ്. പിന്നെ തുടക്കത്തില് നമ്മൾ ചെയ്യേണ്ട കാര്യം 3 കപ്പ് വെള്ളം 2 കപ്പ് അരിപ്പൊടിക്ക് പാകുന്ന രീതിയിൽ വെള്ളം ചൂടാക്കി തിളപ്പിക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ്, അത് തന്നെ മനോട്ടനെല്ലാം അറിയാലോ, ലേശം ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളെ തേങ്ങയും ചെറിയ ജീരകവും അതുപോലെ ചെറിയ ഉള്ളിയും കൂടെ ചതച്ച് വെച്ച് ആ അരവ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ട് ആ തേങ്ങയുടെ പാലെല്ലാം കൂടെ നമ്മളെ ഇതിലേക്ക് വേണം. തേങ്ങാപ്പാലിൻ്റെ കളറിലേക്ക് നമ്മളെ വെള്ളം മാറും. അതുവരെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വെള്ളപ്പൊക്കെ കാണുമ്പോഴേക്കും നമുക്ക് കുറേ സമയം എടുക്കുമ്പോൾ വിചാരിക്കും. പക്ഷേ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് നമ്മുടെ കൊഴലപ്പം എന്ന് പറയുന്നത്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ കഴിച്ചുള്ള സാധനമാണ്. ഇപ്പം കനം കുറഞ്ഞൊക്കെയാണ്, മെഷീൻ മെയ്ഡായിട്ടുള്ള ഐറ്റംസാണ് നമ്മുടെ ബേക്കറിയിലൊക്കെ ഉണ്ടാകുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതിന്റെ കുറഞ്ഞ കണ്ടന്റ്. അതെ. ഓക്കെ ഓക്കെ. നമ്മൾ വെള്ളം മാറിയിട്ടുണ്ട് ഏകദേശം. നമ്മൾ പൊടി ഇടുമ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലേശം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. പിന്നെ തിളച്ചു വന്നതിലേക്ക് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ മാവ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കുക കുഴയ്ക്കുമ്പോൾ. അതിലേക്ക് നമ്മൾ 3 കപ്പ് വെള്ളമാണ് 2 കപ്പ് അരിപ്പൊടിക്ക് എടുക്കുന്നത്. നമ്മൾ 2 കപ്പ് അരിപ്പൊടി ഇതിലേക്ക് തട്ടിക്കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് നീങ്ങുന്നു. ചൂട് ചൂട് തെറിക്കും. കുഴല്ല അപ്പം മോൻ കഴിച്ചില്ലത് അമ്മ ഉണ്ടാക്കി തരാം കേട്ടോ. ചൂടാവി അടിക്കും. മൂന്ന് നെയ്യ് വയ്ക്കും. എങ്ങനെയാണ് ആവി വയ്ക്കുക? പോകാൻ മാത്രം ഇല്ലാത്തതുകൊണ്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളെ പത്തിരിമാവിനെ കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, കറുത്ത എള്ള് ചേർത്ത് കൊടുക്കണം. അത് നമുക്ക് ഇത് മാവും തണുത്തതിന് ശേഷം കൈകൊണ്ടൊന്ന് കുഴക്കില്ല, ആ സമയത്ത് നമുക്ക് ശേഷം ചേർത്ത് കൊടുക്കാം. നമ്മൾ പത്തിരിപ്പൊടിയുടെ രൂപത്തിലേക്ക് നമ്മളെ മാവ് എത്തിയിട്ടുണ്ട്, മിക്സ് ചെയ്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചേർക്കാൻ വിട്ടുപോയ സംഭവമാണ്. നമുക്ക് മാവ് കുഴക്കുന്ന സമയത്ത് ചേർക്കാം. തണുത്തതിന് ശേഷം കറുത്ത എള്ള് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും. ആ കറുത്ത എള്ള് ലേശം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കൊഴലപ്പത്തിന് നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഓക്കെ. എള്ള് മാത്രമേ ഇനി ചേർക്കാറുള്ളൂ. എള്ള് മാത്രം. ഈ പരുവത്തിലായത് നമ്മളൊന്ന് തണുക്കാൻ വെക്കണം കേട്ടോ. കുഞ്ഞെള്ളിടുന്നത് എൻ്റെ മൂത്ത കുഞ്ഞിക്കൈയാണ് മനുട്ടൻ തന്നെയാണ് എള്ള് ഇടുന്നത്. ബാക്കി ഞാനും കൂടെ അങ്ങ് സ്പ്രെഡ് ചെയ്തു. ഇതെങ്ങനെ ഒരു കൈവെള്ളയിലുള്ള കുറച്ച് ഇട്ടാൽ മതി അല്ലേ? ആവശ്യത്തിന് ഇട്ടാൽ മതി. തണുത്തോട്ടെ. നമ്മൾ തണുത്ത് വന്ന മാവ് ഈ രീതിക്ക് ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് ഫസ്റ്റ് ഇതാക്കുന്ന പോലെ തണുത്തതിന് ശേഷം ഈ ഒരു പരുവത്തിലേക്ക് കുഴച്ചെടുക്കുക. കയ്യിൽ ലേശം ഒരു എണ്ണ എന്തെങ്കിലും തടവിയിട്ട് ചെയ്താൽ മതി. ഈ ഒരു പരുവത്തിലാക്കിയിട്ട്
കുഴച്ച് വയ്ക്കുക. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് കുഴച്ചങ്ങനെ വയ്ക്കുക. ഈ റൗണ്ട് ഷേപ്പിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മളെ ചൂണ്ട് വിരലോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ ഇതാക്കി കൊടുക്കുക, വിരൽ വെച്ചിട്ട് അല്ലേ. ഇത് തീ ലോ ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വയ്ക്കുക? മീഡിയം ഫ്ലെയിം. മീഡിയം ഫ്ലെയിമിലല്ലേ.